ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ സെർട്ടൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസ് ആണ്. അതിൽ വരുന്നത് ലിസ്റ്റിംഗ് ഓഫ് സെക്യൂരിറ്റീസ്, ഡെപ്പോസിറ്ററി സിസ്റ്റം, പിന്നെ ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൈമറി മാർക്കറ്റ് ആൻഡ് സെക്കൻഡറി മാർക്കറ്റ്. ലിസ്റ്റിംഗ് ഓഫ് സെക്യൂരിറ്റീസ്. എ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഡസ് നോട്ട് ഡീൽ ഇൻ ദ സെക്യൂരിറ്റീസ് ഓഫ് ഓൾ കമ്പനീസ്. നമ്മൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ കുറിച്ച് കഴിഞ്ഞ വീഡിയോസിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ അതായത് കോമ്പോണൻറ്റ്സ് ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ വീഡിയോസ് കാണാത്തവർ ആ വീഡിയോസ് റെഫർ ചെയ്തതിന് ശേഷം ഈ വീഡിയോ കാണാം. അപ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് എന്താണ്? എല്ലാ സെക്യൂരിറ്റീസും ഡീൽ ചെയ്യില്ല. സ്റ്റോക്ക് എക്സ്ചേഞ്ച് വെച്ച് സെക്യൂരിറ്റീസ് ബൈ ചെയ്യാനും സെൽ ചെയ്യാനും യൂസ് ചെയ്യുന്ന മാർക്കറ്റാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അപ്പോൾ അവിടെ എല്ലാ കമ്പനീസിൻ്റെയും സെക്യൂരിറ്റീസ് അവർ ഡീൽ ചെയ്യില്ല. ലിസ്റ്റഡ് ആയിട്ടുള്ള സെക്യൂരിറ്റീസ് മാത്രമേ ഡീൽ ചെയ്യൂ. ലിസ്റ്റഡ് മീൻസ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് അവർ പെർമിഷൻ ഗ്രാൻഡ് ചെയ്തിട്ട് അവരുടെ സാങ്ഷനോട് കൂടിയിട്ട് സെക്യൂരിറ്റീസ് അവിടെ വിൽക്കുക. Only those securities that are listed are dealt in the stock exchange. For the purpose of listing of a security, a company has to apply to the stock exchange. അപ്പോൾ കമ്പനിക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ മാർക്കറ്റ് ചെയ്യണമെങ്കിൽ അവർ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് അപ്ലൈ ചെയ്യണം. അപ്പോൾ എൻ്റെ കമ്പനീസിൻ്റെ ഷെയർസ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ എനിക്ക് മാർക്കറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യണം അവിടെ. എന്നിട്ട് അവർ നമ്മുടെ സെക്യൂരിറ്റീസ് ഡിസൈഡ് ചെയ്യും. എന്നിട്ട് അവരാണ് ഡിസൈഡ് ചെയ്യുന്നത് പെർമിഷൻ ഗ്രാൻഡ് ചെയ്യണോ വേണ്ടിയെന്ന്. ഗ്രാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ ഒഫീഷ്യൽ ട്രേഡ് ലിസ്റ്റ് ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള ട്രേഡ് ലിസ്റ്റിൽ നമ്മുടെ കമ്പനി ഇൻക്ലൂഡ് ആവും. ദിസ് ഈസ് ടെക്നിക്കലി നോൺ ആസ് ലിസ്റ്റിംഗ് ഓഫ് സെക്യൂരിറ്റീസ്. ഇറ്റ് റെഫേഴ്സ് ടു ദി സാങ്ഷൻ ഓഫ് ദി റൈറ്റ് ടു ട്രേഡ് ദി സെക്യൂരിറ്റീസ് ഓൺ ദ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ സെക്യൂരിറ്റീസ് ട്രേഡ് ചെയ്യാനുള്ള സാങ്ഷൻ, ആ റൈറ്റിനെയാണ് ലിസ്റ്റിംഗ് ഓഫ് സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടു എൻഷുർ പ്രോപ്പർ സൂപ്പർവിഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ഡീലിങ്സ് ഇൻ സെക്യൂരിറ്റീസ് പ്രോപ്പറായിട്ട് നമുക്ക് സൂപ്പർവൈസ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും വേണ്ടി പറ്റും. ടു പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ്. എക്കണോമിക് പവറിൻ്റെ കോൺസെൻട്രേഷൻ അവോയ്ഡ് ചെയ്യാൻ പറ്റും. പിന്നെ സെക്യൂരിറ്റീസിൻ്റെ ലിക്വിഡിറ്റി എൻഷുർ ചെയ്യാം. അതുപോലെ തന്നെ സെക്യൂരിറ്റീസിൻ്റെ ഡീലിങ്സ് നമുക്ക് റെഗുലേറ്റ് ചെയ്യാം. ഇത്രയാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ലിസ്റ്റിംഗ്. നെക്സ്റ്റ് ടേം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡെപ്പോസിറ്ററി സിസ്റ്റം അല്ലെങ്കിൽ ഡെപ്പോസിറ്ററി സർവീസസ്. ഡെപ്പോസിറ്ററി ഈസ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ വിച്ച് ട്രാൻസ്ഫേഴ്സ് ദി ഓണർഷിപ്പ് ഓഫ് സെക്യൂരിറ്റീസ് ഇൻ ഇലക്ട്രോണിക് മോഡ് ഓൺ ബിഹാഫ് ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സിൻ്റെ അതായത് സെക്യൂരിറ്റീസിൻ്റെ ഓണേഴ്സിന് അവരുടെ സെക്യൂരിറ്റീസിൻ്റെ ഓണർഷിപ്പ് ഇലക്ട്രോണിക് മോഡിലേക്ക് കൺവേർട്ട് ചെയ്യുക. അവരുടെ ഓൺ ബിഹാഫ് ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ് അവരുടെ ബിഹാഫിൽ തന്നെ അവരുടെ സെക്യൂരിറ്റീസ് എന്ത് ചെയ്യുക, ഇലക്ട്രോണിക് മോഡിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡെപ്പോസിറ്ററി എന്ന് പറയുന്നത്. തസ് ദി ന്യൂ സിസ്റ്റം ഡെപ്പോസിറ്ററി സിസ്റ്റം വുഡ് എലിമിനേറ്റ് പേപ്പർ വർക്ക്. അപ്പോൾ പേപ്പർ വർക്ക് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡെപ്പോസിറ്ററി സിസ്റ്റം സഹായിക്കുന്നുണ്ട്. കാരണം ഇലക്ട്രോണിക് ഫോമിലേക്ക് നമ്മൾ മാറ്റുവാണ്, കൺവേർട്ട് ചെയ്യുവാണ്. ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് ഇലക്ട്രോണിക് ബുക്ക് എൻട്രി ഓഫ് ട്രാൻസ്ഫർ ഓഫ് സെക്യൂരിറ്റീസ്. ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് ഓട്ടോമാറ്റിക് ആൻഡ് ട്രാൻസ്പാരൻറ്റ് ട്രേഡിംഗ് ഇൻ സ്ക്രിപ്റ്റ്സ്. A depository is an organization which holds the securities in electronic book entries at the request of shareholders through the medium of depository participant. Depository participantൻ്റെ മീഡിയത്തിലൂടെ അവർ ത്രൂ ആണ് ഷെയർ ഹോൾഡേഴ്സ് ഇലക്ട്രോണിക് ഫോർമാറ്റിലേക്ക് സെക്യൂരിറ്റീസ് മാറ്റുന്നത് ഡെപ്പോസിറ്ററി എന്ന ഓർഗനൈസേഷനിൽ. Thus, financial services relating to holding, maintaining and dealing securities in electronic form by financial intermediary known as depository are called depository services. Next, who are the participants or constituents of depository system? അതിൽ 4 പ്ലെയേഴ്സ് ആണുള്ളത്. ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻറ്റും ഇൻവെസ്റ്ററും ഇഷ്യൂവറും ഡെപ്പോസിറ്ററിയും. ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻ്റ് എന്ന് പറയുന്നത് ഡെപ്പോസിറ്ററി ആ ഓർഗനൈസേഷൻ്റെ ഏജൻ്റാണ്. അപ്പോൾ ഏജൻറ്റ് വഴിയാണ് സെക്യൂരിറ്റി ഇഷ്യൂ ചെയ്യുന്ന ആൾ ഏജൻറ്റ് വഴി കാണാം. അതായത് ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻറ്റിൻ്റെ അടുത്താണ് അവർ പോവുക, എന്നിട്ടാണ് ഇലക്ട്രോണിക് ഫോമിലേക്ക് മാറ്റുന്നത്. ഇൻവെസ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ റിയൽ ഓണർ ഓഫ് സെക്യൂരിറ്റി ആണ്. ഇഷ്യൂവർ എന്ന് വെച്ചാൽ കമ്പനി ഹൂ ഇഷ്യൂസ് ദി സെക്യൂരിറ്റി ആണ്. ഡെപ്പോസിറ്ററി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ഫേം വിച്ച് ഹോൾഡ്സ് ദി സെക്യൂരിറ്റീസ് ഓഫ് എൻ ഇൻവെസ്റ്റർ ഇൻ ഇലക്ട്രോണിക് ഫോം ഇൻ ദ സെയിം വേ എ ബാങ്ക് ഹോൾഡ്സ് മണി. ഡെപ്പോസിറ്ററി എന്ന് പറയുന്നത് ഒരു ഫേമാണ്. അവർ ഇൻവെസ്റ്ററിൻ്റെ സെക്യൂരിറ്റീസ് ഇലക്ട്രോണിക് ഫോമിലേക്ക് മാറ്റുന്നു. അത് ബാങ്കിൻ്റെ സെയിം ഫങ്ഷൻ. ബാങ്ക് മണിയാണ് ഹോൾഡ് ചെയ്യുന്നത്, പക്ഷേ ഡെപ്പോസിറ്ററി സെക്യൂരിറ്റീസാണ് ഹോൾഡ് ചെയ്യുന്നത്.
നെക്സ്റ്റ് പറയുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ ബാങ്ക് ആൻഡ് ഡെപ്പോസിറ്ററി ആണ്. ബാങ്ക് എന്ന് പറയുന്നത് അവരുടെ ബാങ്ക് അക്കൗണ്ട്സിൽ ഹോൾഡ് ചെയ്യുന്നത് ഫണ്ട് മണിയാണ്. പക്ഷേ ഡെപ്പോസിറ്ററിയിൽ അക്കൗണ്ട്സിൽ ഹോൾഡ് ചെയ്യുന്നത് സെക്യൂരിറ്റീസ് ആണ്. അതുപോലെ തന്നെ അക്കൗണ്ട്സ് തമ്മിൽ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അതുപോലെ ഡെപ്പോസിറ്ററിയിലും സെക്യൂരിറ്റീസ് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. പിന്നെ കസ്റ്റമേഴ്സുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്റ്റാണ് ബാങ്കിന്. പക്ഷേ ഡെപ്പോസിറ്ററിയിൽ കോൺട്രാക്റ്റ് നടക്കുന്നത് ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻ്റ് വഴിയാണ്.